അമേരിക്കൻ പട്ടാളക്കാരെ മാത്രമല്ല കേട്ടോ, ഇസ്രായേലി പട്ടാളക്കാരെയും ഇറാൻ സേന തൂക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പാരച്യൂട്ടിൽ ഇറങ്ങി ഇറാന്റെ യുറേനിയൻ സമ്പുഷ്ടീകരണം നേരിട്ടങ്ങ് എടുത്തുകൊണ്ട് പോവാമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുള്ള പട്ടാളക്കാരെയാണ് ഒറ്റയടിക്ക് ഇറാന്റെ സൈന്യം തൂക്കിയെടുത്തത്. മറ്റൊരു ഭാഗത്ത് ഇറാന്റെ അന്തർവാഹിനി മൊത്തത്തിൽ മുക്കിക്കളയണം എന്ന് വിചാരിച്ചിട്ടുള്ള ഇസ്രായേലി പട്ടാളക്കാരെയും ഇപ്പുറത്തെ വഴിക്കൂടെ ഇറാന്റെ സൈന്യം തൂക്കിയെടുത്തിട്ടുണ്ട്. ഏതാണെങ്കിലും കരയുദ്ധത്തിന് ഇറങ്ങും എന്ന് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞപ്പം ഇറങ്ങുന്നതിന്റെ മുമ്പ് പാരച്യൂട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വരും എന്ന് സത്യത്തിൽ ഇസ്രായേൽ സേന അല്ലെങ്കിൽ US സേന ജന്മത്ത് പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ, അതായത് ഇന്നലെ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ക്ലിപ്പുകളും കാര്യങ്ങളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാക്സിമം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക, ആളുകളുടെ അടുത്തോട്ട് എത്തട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. യുറേനിയം ശേഖരം പിടിച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് US-ന്റെ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഇറാനിലോട്ട് ചാടി ഇറങ്ങി വീണത്. ചാടി ഇറങ്ങിയത് പാരച്യൂട്ടിലാണെങ്കിലും അത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇറാൻ സേന പൊക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. യുറേനിയം ശേഖരം മൊത്തത്തിൽ അങ്ങ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു അമേരിക്കയുടെ ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സിന്റെ ഓപ്പറേഷൻസ്. പക്ഷേ ആ ഓപ്പറേഷൻസ് തുടക്കത്തിൽ തന്നെയാണ് ഇറാന്റെ സേന ഒന്നും ഇല്ലാണ്ടാക്കി മാറ്റിയത്. അതായത് ഇറാന്റെ പക്കൽ ഏകദേശം 450 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ ഇത് പിടിച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അമേരിക്കയും ഇസ്രായേലിന്റെയും പ്രത്യേക സേന നീക്കങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. 60% ശുചീകരിച്ചിട്ടുള്ള ഈ യുറേനിയം ആഴ്ചയ്ക്കുള്ളിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പറ്റും എന്ന് ഉള്ള ഒരു കാരണം കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇതങ്ങ് എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇറാനെ നമുക്ക് ഒറ്റയടിക്ക് തകർക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു സേന, ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ US അതുപോലെ തന്നെ ഇസ്രായേലും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതായത് മൊത്തം സൈന്യത്തിനെ അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ ഇറാൻ ചുട്ടരിക്കും എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ കുറച്ച് പേരെ ഈ US-ഉം അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യം കൂടെ ഉണ്ടാക്കുക എന്നുള്ള തീരുമാനം ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഏകദേശം 2,50,000-ഓളം ഇറാന്റെ സേന ഈ പറഞ്ഞ കംപ്ലീറ്റ് ഇറാന്റെ എല്ലാ അതിർത്തികളിലും വിന്യസിച്ചിട്ടുണ്ടെന്ന്. ഏതായാലും ഇത്തരത്തിലുള്ള മൂവ്മെന്റ് അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ കാണിക്കും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള മൂവ്മെന്റ് ഉണ്ടായതും. ഇങ്ങനെ വന്ന ആളുകളെയാണ് ഇന്നലെ ക്യാപ്ചർ ചെയ്ത് നമ്മൾ ഇന്നലെ വീഡിയോയിലൊക്കെ കണ്ട് ഇറാന്റെ IRGC ആളുടെ വക്താക്കൾ തന്നെ അത് ഇന്നലെ വ്യക്തമായിട്ട് വന്ന് പറഞ്ഞു. അലി ലാരിജാനി വന്ന് പറഞ്ഞു, എനിക്ക് കിട്ടിയ മെസ്സേജ്, അതായത് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം US-ന്റെ സേനയിലെ 100-200 പേരെങ്കിലും തൂക്കിയിട്ടുണ്ട് എന്നാണ് അലി ലാരിജാനി ഇന്നലെ വന്ന് പറഞ്ഞത്. ഇനി IRGCയുടെ വക്താക്കൾ തന്നെ വന്ന് പറയുന്നുണ്ട് ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ കംപ്ലീറ്റ്ലി ഞങ്ങൾ തൂക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ള ന്യൂസുകളാണ് വരുന്നത്. അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പിടിച്ചു വെച്ച ആളുകളുടെ ഫോട്ടോയും ഫേസും അല്ലെങ്കിൽ അവരുടെ കരച്ചിലൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അത് അധികം വൈകാണ്ട് പുറത്തോട്ട് വരും. ഇപ്പം പലതും ഹൈഡ് ചെയ്തിട്ടാണെങ്കിലും അതെല്ലാം പുറത്തോട്ട് വരുന്ന ന്യൂസുകളായിരിക്കും. നമുക്കറിയാം മുമ്പും ഇതുപോലെ അമേരിക്കൻ സേന ഇറാനിലോട്ട് നേരിട്ട് ഇറങ്ങി വന്നിട്ട് ഒരു പരിപാടി നോക്കിയതാണ്. അന്ന് ഹെലികോപ്റ്റർ അടക്കം കത്തിച്ച് കളഞ്ഞ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ തകർന്ന് വീണ് അമേരിക്കയുടെ പട്ടാളക്കാർ ചുട്ടെരിഞ്ഞ് പോയ വാർത്തകളൊക്കെ പലർക്കും അറിയായിരിക്കും. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പിന്നെ പറയാം. അപ്പം ആ ഒരു അനുഭവം അമേരിക്കക്ക് ഓൾറെഡി ഉണ്ട്. അതിന്റെ ബാക്കി ഭാഗമായിട്ടാണ് ഇപ്പം ഈ ഒരു കാര്യം കൂടെ വന്നിട്ടുള്ളത്. ഇനി അമേരിക്കയുടെ ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സ് മാത്രമല്ല, ഇസ്രായേലിന്റെ തന്നെ അവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മറ്റൊരു ഫോഴ്സിനെയും കൂടെ അവർ വേറൊരു വഴി കൂടെ പാരച്യൂട്ട് വഴി വെച്ച് താഴോട്ട് ഇറക്കി വിട്ടിരുന്നു. പക്ഷേ പാരച്യൂട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇറാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, വാ മക്കളെ വാ എന്നും പറഞ്ഞിട്ട് നേരെ അവരുടെ മുമ്പിലോട്ടാണ് വന്നു കൊടുത്തത്. ഇനി അതിനെപ്പറ്റിയും കൂടെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇറാന്റെ അതിർത്തിയിൽ ഏകദേശം 50-ലധികം ഇസ്രായേലി സേന, അതായത് ഒരു സ്പെഷ്യൽ ടാസ്ക് കൊടുത്തിട്ട് വിട്ടിട്ടുള്ള ആളുകളെയാണ്, ഒരു ബറ്റാലിയനെ മൊത്തത്തിലാണ് ഇറാൻ പിടികൂടിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. ഇവരുടെ ലക്ഷ്യം ഇറാനിലെ ബന്ദർ അബ്ബാസ് നഗരത്തിന്റെ സമീപത്ത് ഉണ്ടായിട്ടുള്ള ഒരു കടൽ തീരത്ത് ഇറങ്ങി ഒരു രഹസ്യ സൈനിക താവളം ആക്രമിക്കാനായിരുന്നു ഈ ഇസ്രായേലിന്റെ പദ്ധതി. അപ്പോൾ ഇതാണ് ഇറാൻ സേന പൊളിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് ബന്ദർ അബ്ബാസ് തീരത്ത് ഇറാന്റെ ഒരു സ്പെഷ്യൽ സൈനിക കേന്ദ്രമുണ്ട്. അപ്പോൾ അവിടേക്ക് നേരിട്ട് ആക്രമിച്ച് അത് പൊളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പാരച്യൂട്ടിൽ ഇവന്മാർ ഇറങ്ങിയത്. പക്ഷെ നേരിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇറാൻ സേന അവിടെ നിന്ന് തൂക്കിയിട്ടുണ്ട്. ഇവരുടെ ലക്ഷ്യസ്ഥാനം ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്തർവാഹിനി, ഒരു സബ്മറൈൻ തകർക്കുക എന്നതും കൂടെ ആയിരുന്നു ഇവരുടെ മറ്റൊരു ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. വ്യോമാക്രമണത്തിലൂടെ ഇത് നശിപ്പിക്കാൻ കഴിയാത്തതിനാലാണ് നേരിട്ട് വന്നിട്ട് സൈനിക നീക്കം നടത്താം എന്ന് ഇസ്രായേലിന്റെ ഈ ഒരു കുബുദ്ധി വന്നത്. പക്ഷെ അതിനേക്കാൾ വലിയ ബുദ്ധി ഇറാനികൾക്കുണ്ട് എന്നുള്ളത് ഇവന്മാരെ തൂക്കിയപ്പോഴാണ് സത്യത്തിൽ ഇസ്രായേലും അമേരിക്കയും തിരിച്ചറിഞ്ഞത്. ഇനി ഇതിന് പരാജയത്തിനുള്ള കാരണം അതിനേക്കാൾ നമ്മൾ ഞെട്ടിക്കുന്ന കാരണം റഷ്യയുടെ ഇന്റലിജൻസ് ആണ് ഇങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് ഇസ്രായേൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇറാന് കൊടുക്കുന്നത്. ഇറാൻ സ്പോട്ടിൽ തന്നെ അത് സജ്ജീകരിച്ച് അല്ലെങ്കിൽ ഇവന്മാരെ തൂക്കിയെടുക്കുകയായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ റഷ്യ ഇതിൽ എത്രത്തോളം ഇതിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇന്നലെ റഷ്യയുടെ ഒരു അംബാസിഡർ ലണ്ടനിൽ നിന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരിക്കലും
നിഷ്പക്ഷരല്ല. ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഞങ്ങൾക്കൊരു പക്ഷമുണ്ട്, അത് ഇറാന്റെ പക്ഷമാണ്. എന്തുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ നിഷ്പക്ഷമായിട്ട് ഒരു രീതിയിലും ഒരു തീരുമാനങ്ങൾ എടുക്കില്ല. ഇറാനെ സപ്പോർട്ട് ചെയ്ത് ഇറാൻ എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ ഇറാൻ എന്താണോ വേണ്ടത് അതാണ് ഞങ്ങൾ ചെയ്യുക എന്ന് ഇന്നലെ ലണ്ടനിലെ റഷ്യൻ അംബാസിഡർ വളരെ വ്യക്തമായിട്ട് റഷ്യയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം റഷ്യൻ ഇന്റലിജൻസ് ആണ്, രഹസ്യാന്വേഷണ വിഭാഗമാണ് ഈ പദ്ധതി ഇറാനെ മുൻകൂട്ടി അറിയിച്ചതും. അതിനാൽ ഇറാൻ സൈന്യം ഇവിടെ ഓൾറെഡി പതിഞ്ഞിരിക്കുകയായിരുന്നു. ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഇനി ഈ ബറ്റാലിയൻ കമാൻഡർ, ഇതിന് പിടിച്ചിട്ടുള്ള ബറ്റാലിയൻ കമാൻഡറുടെ ഒരു വീഡിയോ മൊഴി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതായത് കമാൻഡർ പറയുന്നത്, എൻ്റെ പേര് നാം ഷഹാർ എന്നാണ്, ജബാലിയ, ഷുജയ്യ എന്നിവിടങ്ങളിലെ യുദ്ധങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇതൊരു സ്പെഷ്യൽ ഫോഴ്സാണ്, ഇവർക്ക് സ്പെഷ്യൽ ഇത് കൊടുത്തിട്ടാണ് ഇവന്മാരെ ഇങ്ങോട്ട് ഇറക്കി വിട്ടിട്ടുള്ളത്. ഈ മാസങ്ങളോളം നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ഈ ദൗത്യത്തിന് ഞങ്ങളെ ഇറക്കിയിട്ടുള്ളത്. വിമാനത്തിൽ നിന്നും താഴെ ഇറങ്ങി ഉടനെ തന്നെ ഇറാനിയൻ സൈന്യം ഞങ്ങളെ വളഞ്ഞ് വെക്കുകയായിരുന്നു. ദൗത്യം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങളെ കീഴടക്കി എന്നും കൂടെ ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ പുറത്തോട്ട് പറയുന്നുണ്ട്. തങ്ങൾ തടവിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ട നടപടി എടുക്കണം എന്ന്, ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തണമെന്നുമാണ് ഇസ്രായേലി സർക്കാരിനോട് ഈ ഒരു ബഡന്റെ ഇപ്പോഴത്തെ ആവശ്യം. കാരണം ബങ്കറിലൊന്നും ഒളിക്കാൻ പറ്റിയില്ല, നേരെ വന്നപ്പോൾ തന്നെ ഇറാന്റെ ആളുകളുടെ കയ്യിലോട്ടാണ് കിട്ടിയത്. അപ്പം ഞങ്ങളെ മോചിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരണേ, യുദ്ധം പെട്ടെന്ന് അവസാനിക്കണേ, ഇറാനെ എതിർക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം ഇറാന്റെ സൈന്യത്തിൻ്റെ അടുത്ത് നല്ല പോലെ കിട്ടി കാണും, അതുകൊണ്ടാണ് ഇയാൾ ഇത്തരത്തിൽ വന്ന് പറഞ്ഞത്. ഇനി ഇതിന്റെ അപ്പുറത്തോട്ടുള്ള വീഡിയോ, അല്ലെങ്കിൽ ഇയാളുടെ കൂടെ വന്ന 50ഓളം പേരുണ്ട്, ഇവർക്ക് മൊത്തത്തിൽ അടിച്ചു കിട്ടുന്ന വീഡിയോ അടുത്ത് തന്നെ ഇറാൻ ഇറക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം ആ രാജ്യത്ത് അങ്ങോട്ട് കയറി ചെന്ന് അവരുടെ സബ്മറൈൻ തകർക്കണം, അല്ലെങ്കിൽ അവരുടെ സൈനിക താവളം തകർക്കണം എന്നുള്ള രീതിയിലാണ് ഇവന്മാർ ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അലി ലാരിജാനി ഇന്നലെ രാവിലെ കേട്ടോ ഈ ഒരു ന്യൂസ് വിട്ടതിലെ, ആ ന്യൂസ് വിട്ട് നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ വന്ന് കമന്റ് ഇട്ടു, ഇത് ഫേക്ക് ന്യൂസാണ്, അതല്ലെങ്കിൽ ഈ ഇസ്രായേലോ അതല്ലെങ്കിൽ US ഒരിക്കലും ഒരു കരയുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ കരയുദ്ധം സ്റ്റാർട്ട് ചെയ്യാത്ത ഇവരുടെ പട്ടാളക്കാർ എവിടെ നിന്നാണ് ഇറാൻ പിടിച്ചത് എന്നുള്ള കുറേ ചോദ്യങ്ങൾ കുറേ പേര് ചോദിച്ചു. അവരുടെ ന്യായമായിട്ടുള്ള സംശയമാണ്. കാരണം നമുക്കും ഇന്നലെ ഒരു സോഴ്സ് നിന്ന് കിട്ടിയപ്പോൾ നമ്മളങ്ങ് പറഞ്ഞു പോയതായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്കാണ് പിടിച്ച ആളുകൾ ആരൊക്കെയാണ്, ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു, US സേനയുടെ സ്പെഷ്യൽ ബറ്റാലിയൻ്റെ അവസ്ഥ എന്താണ്, ഇപ്പം ഇസ്രായേലിയൻ സ്പെഷ്യൽ ബറ്റാലിയൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ അവർ തന്നെ വന്ന് പറഞ്ഞു. അത് പിടിച്ചിട്ടുള്ള ഒരാളുടെ വീഡിയോ ക്ലിപ്പും ഇറാന്റെ IRGC ഇപ്പോൾ പുറത്തോട്ട് വിട്ടു. അപ്പോൾ ആ സംശയം തോന്നിയ ആളുകൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ എവിടെ നോക്കിയാലും കിട്ടില്ല. ഇത് നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല. ഇനി 2-3 ദിവസമൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ രീതിയിൽ ഇപ്പോൾ ഇന്ന് തന്നെ വരുമായിരിക്കും ഇങ്ങനെ പിടിച്ചതിൻ്റെയും, അല്ലെങ്കിൽ ഇറാന്റെ സേന ഇത്രയും ആളുകളെ പിടിച്ചു വെച്ചെന്നുള്ള ന്യൂസുകളൊക്കെ ഇന്ന് വരുമായിരിക്കും. അപ്പോഴായിരിക്കും നമുക്കൊക്കെ ഒരു ക്ലാരിറ്റി വരിക. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഒന്നും ഇതുവരെ വെറുതെ പറഞ്ഞിട്ടില്ല. ഇറാൻ ഇതുവരെ വെറുതെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇറാൻ ഉള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇസ്രായേലിൽ നടക്കുന്ന ടെല്ലവീവിലും ഹൈഫയിലും ഈ പറഞ്ഞ ജെറുസലേമിലും നടക്കുന്ന കാര്യങ്ങളൊന്നും അവർ പുറത്തോട്ട് വിടത്തില്ല. അവർ പുറത്തോട്ട് വിടാത്തത് അവിടുത്തെ പല എക്സ് ഹാൻഡിലുകളോടും മറ്റ് പല സ്ഥലങ്ങളോടും കിട്ടുന്ന വീഡിയോസും കാര്യങ്ങളും വെച്ചിട്ടാണ് പുറത്തോട്ട് ആളുകൾ ഇരുന്നത്. പക്ഷേ ഇറാൻ ചെയ്തു അല്ലെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം നല്ല വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങൾ മാത്രമേ ഇറാൻ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇറാൻ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ ഇറാൻ ചെയ്തു തീർത്തിട്ടുണ്ട്. സമയത്ത് ഇറാന്റെ പല ഭാഗത്തും തീയുണ്ട്, കത്തുന്നുണ്ട്, ഒരുപാട് പേര് മരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട് ഇറാന്റെ സൈഡിൽ. ഇറാൻ ഒന്നും നിശ്ചയിച്ചിട്ടില്ല. അത് കൊട്ടിഘോഷിച്ച് പറയാൻ നമ്മുടെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമങ്ങളുണ്ട്. പക്ഷെ ഇപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് വേണ്ട രീതിയിൽ പറയാൻ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാ മാധ്യമങ്ങൾക്കും. ഒരു ചെറിയൊരു ഒരു തള്ളൽ കിട്ടിയില്ലെങ്കിൽ ഇവർ പറയില്ല എന്നുള്ള അവസ്ഥയാണ്. ഇതാണ് ഇന്നലെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ നടന്നു. നിങ്ങൾ ഒരുപാട് ലൈവുകളും ന്യൂസുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര അതിന് ഇച്ചിരി മാറിയിട്ട്, അതായത് ഒരു കരയുദ്ധം വന്നു കഴിഞ്ഞാൽ ഇറാൻ എങ്ങനെ പ്രതികരിക്കും, ഇറാൻ ഓൾറെഡി അതിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിടിക്കണം എന്നുള്ള ഒരു കരയുദ്ധത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അടിച്ചിരിക്കും എന്ന് ഇറാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ചില കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഈ കണ്ടത്. അപ്പം കൂടുതൽ ഇന്നലെ ലൈവ് വരാൻ പറ്റിയില്ല, വേറെ കുറേ കാര്യങ്ങളായി പോയി, കളി കണ്ടിരുന്നു പോയി കുറച്ച് സമയം. അപ്പം ലൈവ് വരാനൊന്നും ഇന്നലെ പറ്റിയില്ല. നമുക്ക് ഇന്ന് ലൈവൊക്കെ ചെയ്യാം. അപ്പം നിങ്ങളെ സപ്പോർട്ട് മാക്സിമം തരിക. എനിക്ക് ഒരു കാര്യം സ്പെഷ്യലി എടുത്ത് പറയാനുള്ളത്, നമ്മൾ സുഡാപ്പികളാണല്ലോ, അല്ലെങ്കിൽ ജിഹാദികളാണ്, നമ്മൾ സുഡാപ്പികളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ മേലെ മാക്സിമം ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ അടിച്ചു പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചാനലിനെ റിപ്പോർട്ട് ചെയ്തിട്ടും നല്ല രീതിയിൽ ആളുകൾ പിന്നിന്ന് കളിക്കുന്നുണ്ട്. നല്ല സംഘിക്കുട്ടന്മാർ അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്ത് നോക്കുന്നുണ്ട്. മാക്സിമം ആളുകൾ സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോസ് ലൈക്കും അല്ലെങ്കിൽ ഷെയറും, അല്ലെങ്കിൽ നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് കമൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട്, കൂടുതൽ സബ്സ്ക്രിപ്ഷൻസ് കയറുന്നുണ്ട് എന്ന് കാണുമ്പോഴാണ് യൂട്യൂബ് നമ്മുടെ ചാനൽ കുറേയും കൂടെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക. അതല്ലാണ്ട് ഇവന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടും മറ്റ് പല കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മളെ മാക്സിമം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പം മാക്സിമം ആളുകൾ സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ വീഡിയോസും ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട്. ശരി.